பீடன்னே ₹5 கொடுத்தா கார்ல முன்னாடி சீட்ல ஏத்தி விடான்னு சொன்னேன். அதனால தாண்டா காசு சேர்த்து வச்சிருக்கேன். 2014 അരുൺകുമാർ സംവിധാനം ചെയ്ത് വിജയ് സേതുപതി, വി ജയപ്രകാശ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്ത് പുറത്തിറങ്ങിയ ഒരു സിനിമയായിരുന്നു പന്നിയാരും പത്മിനിയും. ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിൽ പ്രധാന ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു പ്രീമിയം പത്മിനി കാറാണ്. ഈ കാറ് ഒരു ദേശത്തേക്ക് വരുന്നു. ആ ദേശത്തിൻ്റെ എല്ലാമായി തീരുന്നു. ഈ കാറ് ആണ് പിന്നീട് ഈ ഒരു സിനിമയുടെ മൊത്തം ജീവൻ തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ സിനിമ ഒരു ഫ്ലാഷ് ബാക്ക് മോഡിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി, അതാണ് പന്നിയാർ, ഒരു ലാൻഡ് ലോർഡ് എന്ന് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ചുറ്റും ഉള്ള കുറച്ച് ആളുകൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന വലിയ ഡെവലപ്ഡ് ഒന്നും അല്ലാത്ത ആളുകൾക്കിടയിൽ നടക്കുന്ന ഒരു കഥ. ഈ പന്നിയാരുടെ സഹായികളാണ് മുരുകേശനും പീഡയും. മുരുകേശനാണ് അവിടെ ആകെ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരു വ്യക്തി ആ ഗ്രാമത്തിൽ. അത് ഡ്രൈവിംഗ് അറിയാമെന്ന് പറഞ്ഞാലും അയാൾ ഓടിക്കുന്നത് ട്രാക്ടറാണ്. ഇങ്ങനെ ട്രാക്ടർ ഓടിക്കാൻ അറിയാവുന്ന മുരുകേശൻ അങ്ങനെ ഒരു ദിവസം ഈ പീഡയുടെ സുഹൃത്തായ ഒരു വ്യക്തി അവരുടെ വീട്ടിൽ വരുന്നു, ഷൺമുഖം. അയാൾ വരുന്നത് ഒരു പ്രീമിയം പത്മിനി കാറിലാണ്. ഈ പ്രീമിയം പത്മിനി കാറിൻ്റെ ചാവി നമ്മുടെ പന്നിയാരെ ഏൽപ്പിക്കുന്നു. ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാവുന്നു. മറ്റൊന്നുമല്ല, അവരുടെ നാട്ടിൽ ആദ്യം വരുന്ന കാറ് ഈ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കൊണ്ടുവന്ന കാറാണ്. ഇങ്ങനെ പത്മിനിക്കാർ കിട്ടിയതിൻ്റെ ഒരു സന്തോഷം, പക്ഷേ സ്വന്തം കാറല്ല. അങ്ങനെ ഈ പത്മിനി കാർ ഓടിക്കാൻ മുരുകേശൻ എത്തുന്നു. ആദ്യം തന്നെ ആ കാറിൽ യാത്ര പോകുന്നത് പാമ്പ് കടിച്ചെത്തുന്ന ഒരു ആളാണ്. ശരിക്കും പറഞ്ഞാൽ ആ കാറിൻ്റെ തുടക്കം തന്നെ ആ നാട്ടിൽ ഒരാളെ സഹായിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ആ ഒരു കാറ് ഗ്രാമത്തിൻ്റെ മൊത്തം ഭാഗമായി തീരുന്നു. ഇങ്ങനെ ഈ ഗ്രാമത്തിലുള്ളവരെല്ലാം ആ ഒരു കാറിനെ ആശ്രയിക്കുന്നു. അപ്പോൾ ഈ കാറ് പോകുമ്പോഴത്തേക്കും കുറേ കുട്ടികൾ ഇതിൻ്റെ പുറകെ പോകുന്നു. അപ്പോഴെല്ലാം ഒരു പയ്യൻ അവിടെ ഉണ്ട്. ഈ പയ്യന് ആ കാറിൽ കയറണമെന്ന് ചെറിയൊരു ആഗ്രഹം. അങ്ങനെ ഒരു ദിവസം ഈ പീഡണ്ണനോട് ഇങ്ങനെ ഓടിച്ചു വിടുമ്പോൾ പീഡണ്ണൻ പറയും, നീ ഒരു ₹5 കൊണ്ടെത്താ, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ഈ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുത്തി കൊണ്ടുപോയേക്കാം എന്ന് പറയും. അങ്ങനെ ഈ കുഞ്ഞു ചെറുക്കൻ 10 പൈസയൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്നു. അമ്മയോട് ആ പൈസയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്ന ഒരു സീക്വൻസൊക്കെ ഉണ്ട്. ഒരു ദിവസം ആ നാട്ടിൽ ഒരു മരിപ്പുണ്ടാകുന്നു. അപ്പോൾ ഈ മരിച്ചയാളെ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട്, അയാളുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അയൽ ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ശവം കൊണ്ടുപോകുന്നത് ഈ കാറിലാണ്. അപ്പോൾ ഈ മരിപ്പിൻ്റെ സമയത്താണ് നമ്മുടെ നായകൻ നായികയെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഭയങ്കര കരഞ്ഞ് ഉള്ള ആ ഒരു മുഖത്തേക്ക് നോക്കി നായികയോട് പ്രേമം തോന്നുകയാണ്. ഇങ്ങനെ അവർ തമ്മിൽ പ്രേമത്തിലാകുന്നു. അതിലെ മുരുകേശൻ്റെ നായിക കഥാപാത്രമായ മലർവിഴി എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഐശ്വര്യ രാജേഷാണ്. അവൾ ഒരു ദിവസം ചോദിക്കുന്നുണ്ട്, കാറിൽ കയറ്റി എന്നെ കൊണ്ടുപോകാവോ എന്നൊക്കെ. ഇതേ സമയം തന്നെ പന്നിയാരുടെ വീട്ടിലും ആ ഒരു റൊമാൻറ്റിക് അന്തരീക്ഷം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മുടെ മുരുകേശനോട് പറയും, എൻ്റെ ഭർത്താവിനെ ഒന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കാമോ, അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് എനിക്കും അദ്ദേഹത്തിനും കൂടെ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഡ്രൈവിംഗ് പഠിപ്പിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ മുരുകേശൻ പന്നിയാരെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു. ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ഈ 3 എണ്ണത്തിൽ നിൽക്കുവാണ്. കുറേ ദിവസമായിട്ട് ഇത് തന്നെ. അദ്ദേഹത്തിന് ക്ലച്ച് എന്നുള്ളൊരു വാക്ക് കിട്ടുന്നേയില്ല. അങ്ങനെ ഇദ്ദേഹം ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ കുറേ നേരം ഇതിട്ട് ചവിട്ടി നോക്കുന്നു. ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക്, പിന്നെന്താണ് അറിയത്തില്ല. ആക്സിലേറ്റർ, ബ്രേക്ക്, അത് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ കമ്പിയുടെ പേരെന്താണ്, അങ്ങനെ അദ്ദേഹം കുറേ തവണ ഇങ്ങനെ ചോദിക്കും. ഒന്നും കിട്ടുന്നില്ല. ഇങ്ങനെ അവസാനം പന്നിയാരെ പഠിപ്പിക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് മുരുകേശൻ പയ്യെ പുറകോട്ട് വലിയുകയാണ്. മറ്റൊന്നുമല്ല, മുരുകേശന് ചെറിയൊരു പേടി അവിടെ ഉണ്ടാകാൻ തുടങ്ങുന്നു. നമ്മുടെ പന്നിയാർ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ വണ്ടി ഓടിക്കാൻ പ്രത്യേകിച്ച് ഒരാളുടെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ തൻ്റെ ജോലി അവിടെ നിന്ന് പോകുമോ, അല്ലെങ്കിൽ ഇനി പത്മിനി ഓടിക്കാൻ തന്നെ വിളിച്ചില്ലെങ്കിലോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ആർക്കുണ്ടാകുന്നു? നമ്മുടെ മുരുകേശന് ഉണ്ടാകുന്നു. നമ്മുടെ പത്മിനി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കുറേ പൂക്കളുള്ള ഒരു മരമുണ്ട്. അതിൻ്റെ ചോട്ടിലാണ് ഇതുകൊണ്ട് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പന്നിയാർ ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീ ചെളിയുള്ള കൈ കൊണ്ട് തൊടല് എന്നൊക്കെ പറഞ്ഞ് പന്നിയാർ മുരുകേശനെ മാറ്റി നിർത്തുന്നു.
മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിന് ആ ഒരു കാറാണ് അവിടെ ഏറ്റവും പ്രിയപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ പന്നിയാർ പത്മിനിയെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ ആ ഒരു കാർ ഓടിക്കാൻ വേണ്ടി പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു സന്ദർഭത്തിൽ മുരുകേശൻ എന്ത് ചെയ്താൽ പഠിപ്പിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ പന്നിയാർ പറയുകയാണ്, നീ പേടിക്കണ്ട, അവരുടെ ആനിവേഴ്സറിയുടെ അന്ന് അമ്പലത്തിൽ വരെ എനിക്കൊന്ന് ഓടിച്ചാൽ മതി, അത് കഴിഞ്ഞിട്ട് നീ ചാവി കൈ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നു, അദ്ദേഹം കാർ ഓടിക്കാനൊക്കെ പഠിക്കുന്നൊക്കെ ഉണ്ട്. കുറേ കഴിയുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് റിവേഴ്സും പിന്നെ തേർഡ് ഗിയർ ഫോർത്ത് ഗിയർ ഒന്നും ഇടാൻ അറിയില്ല. അന്ന് അത് പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും ഈ വണ്ടി ഇടിക്കുന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ പന്നിയാർ പുതിയതായിട്ട് ആ ഗ്രാമത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പല സാധനങ്ങളും എടുത്തുകൊണ്ട് പോകുന്ന വേറൊരാളുണ്ട്. അത് മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ മകള് തന്നെയാണ്, മകള് സുജ. അവൾ വരുന്നു, കുറേ പരാതികളൊക്കെ പറയുന്നു, അച്ഛൻ്റെ ഫോൺ ആദ്യം എടുത്തുകൊണ്ട് പോകുന്നു, കഴിഞ്ഞ് റേഡിയോ എടുത്തുകൊണ്ട് പോകുന്നു, അവസാനം അവൾ കാറും സ്വന്തമാക്കുകയാണ്. ഇങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്ന ആ ഒരു ദിവസം എത്തുന്നു. അന്ന് കാറിലല്ല പോകുന്നത്. അങ്ങനെ ഇവർ പുറപ്പെടാൻ തുടങ്ങുമ്പോഴത്തേക്കും സുജ ഓടി വരും. എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ കാറ് തന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടാണ് അവൾ ഓടി വരുന്നത്. അവരുടെ കണവൻ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി എന്നൊക്കെ അവൾ വന്ന് പരാതി പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോടാണ് നീ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് ചെല്ലമ്മ സുജയെ വഴക്ക് പറയുന്നു. അപ്പോൾ എന്നെ മരിക്കാൻ തുടങ്ങിയ കാര്യമാണ് ഈ അന്ന് പറഞ്ഞത്, എന്നെ എന്നിട്ടും അവമാനിക്കുന്നു എന്നൊക്കെ ചോദിച്ച് സുജ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ചെല്ലമ്മ പന്നിയാരോട് പറയുകയാണ്, നമ്മുടെ കൊച്ചല്ലേ, അവൾ എത്ര നാൾ നമ്മളോട് പിണങ്ങിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി അകത്തേക്ക് കയറ്റിയിട് എന്നൊക്കെ പറഞ്ഞ് അവർ എല്ലാവരും കൂടെ തള്ളി വണ്ടി അകത്തേക്ക് കയറ്റിയിടുന്നു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ കൊച്ചുങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ട് കുറേ പിള്ളേരുണ്ടാകും കൂടെ, എപ്പോഴും കലവില കുറേ കുട്ടികൾ. അപ്പോൾ ഇവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്യും, ഈ വണ്ടിയുടെ ബോണറ്റയിലേക്ക് എടുത്ത് ചാടും. ഈ ഒരു സമയത്ത് ഇയാൾ ഈ ബോണറ്റയിലേക്ക് ചാടുമ്പോഴത്തേക്കും വണ്ടി സ്റ്റാർട്ടാകും. അങ്ങനെ അതിൽ പിന്നെ ആ വണ്ടി സ്റ്റാർട്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പീഡണ്ണനെ അതിൻ്റെ മണ്ടയിലേക്ക് എടുത്ത് ചാടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവർ ആ കാറ് പിന്നീട് ക്ഷേത്രത്തിലേക്ക് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ വെച്ച് പടം അവസാനിക്കുകയാണ്. അപ്പോഴും അവിടെ ഒരു പയ്യൻ 5 രൂപയായിട്ട് നിൽപ്പുണ്ട്. മറ്റൊന്നുമല്ല, ആ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ കയറാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടത്തിൽ ആ പയ്യൻ അവിടെ നിൽക്കുകയാണ്. കാലം മാറി, ആ പയ്യൻ വളർന്നു, സ്വന്തമായിട്ടൊരു കാറ് വാങ്ങി. പന്നിയാരുടെ വീടിൻ്റെ ആ മുന്നിൽ തന്നെയുള്ള വഴിയുടെ സൈഡിൽ ഇവൻ നിർത്തിയിട്ട് ആ പത്മിനി കാറ് വരുന്നത് നോക്കി നിൽക്കുകയാണ്. ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവനത് വലിയൊരു അത്ഭുതത്തോടു കൂടിയാണ് നോക്കി നിൽക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട കാറ്, ആദ്യമായിട്ട് കയറാൻ ആഗ്രഹിച്ച കാറ്, അത് വരുമ്പോൾ പത്മിനിക്കും ചെറിയ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. കാലത്തിനനുസരിച്ചുള്ള എന്തൊക്കെയോ മാറ്റങ്ങൾ ആ കാറിൽ വരുത്തിയിരിക്കുകയാണ്. പുതിയ എഴുത്ത് അതിൽ വന്നു, അതുപോലെ പുതിയ ലൈറ്റ് സെറ്റപ്പൊക്കെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പത്മിനിക്കാർ ഇപ്പോഴും ഓടിച്ചുകൊണ്ട് വരുന്നത് മുരുകേശൻ തന്നെയാണ്. അങ്ങനെ ആ പത്മിനിക്കാർ വരുന്നു, അതിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നോട്ടെ എന്ന് അനുവാദം ചോദിച്ച് ടൗണിലേക്ക് പോകുന്നു. അവിടെ വെച്ചാണ് സിനിമ അവസാനിക്കുന്നത്. 2.5 മണിക്കൂർ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു പ്ലോട്ടോ അല്ലെങ്കിൽ ട്വിസ്റ്റുകളോ ഒന്നും ആവശ്യമില്ല എന്ന് അരുൺകുമാർ ഈ ഒരു സിനിമയിലൂടെ തെളിയിച്ചു തന്നു. ഈ സിനിമയിൽ കുറേ കഥാപാത്രങ്ങളുണ്ട്. മുരുകേശൻ്റെ ഫാമിലി, അതുപോലെ പന്നിയാറിൻ്റെ ഫാമിലി, മലർവിഴിയുടെ ഫാമിലി, മലർവിഴി ജോലിക്ക് പോകുന്ന സ്ഥലത്തെ ആളുകൾ, ബസ്സിൽ പോകുന്ന കുറേ ആളുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലൂടെ പോകുന്നുണ്ടെങ്കിലും ചെറിയൊരു ഗ്രാമമാണ് നമ്മൾ ആ ഒരു സിനിമയിൽ കാണുന്നത് തന്നെ. അരുൺകുമാറിൻ്റെ തന്നെ 2013 പുറത്തിറങ്ങിയൊരു ഷോർട്ട് ഫിലിമുണ്ട്, നാളയ്യ ഇയക്കുനാർ എന്നുള്ളൊരു ഷോർട്ട് ഫിലിം. അതിൻ്റെ ഒരു ഇലാബറേറ്റഡ് വേർഷനായിരുന്നു പന്നിയാരും പത്മിനിയും. ഒരു വണ്ടിയോട് ഒരാൾക്ക് എത്രമാത്രം ഇഷ്ടം തോന്നുന്നു, അതിൻ്റെ ഏറ്റവും പീക്ക് ലെവലിലാണ് ഈ സിനിമയെ കാണിച്ചേക്കുന്നത് തന്നെ. ആ വണ്ടി ആ വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ ആ ഒരു എംപ്റ്റി സ്പേസ് കാണിക്കുന്നുണ്ട്. ആ വീട്ടിലെ ആരോ അവിടെ നിന്ന് പോയി എന്നുള്ള രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ. ഇതിൽ മുരുകേശൻ ആ വണ്ടിയോട് തോന്നുന്ന ഒരു അറ്റാച്ച്മെൻറ്റ്, അതുപോലെ പന്നിയാർക്ക് ആ വാഹനം കിട്ടിക്കഴിയുമ്പോൾ ഉള്ളൊരു ഷോട്ടുണ്ട്. എന്തോ വലിയൊരു നിധി കിട്ടിയ പോലെയാണ്, അദ്ദേഹം അങ്ങ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് അവിടെ. മകള് വരുമ്പോഴത്തേക്കും അവൾ ആ വണ്ടി കണ്ണു വെച്ചിട്ടാടാ വരുന്നത്, അതെങ്ങോട്ടേലും പാത്ത് വെച്ചോ എന്നൊക്കെ പറയുമ്പോൾ കച്ചിത്തുറുവിനകത്ത് കൊണ്ടാണ് ഈ വണ്ടി കൊണ്ട് പാത്ത് വെക്കുന്നത് തന്നെ. ഒരു കാറ് കൊണ്ടേ
കച്ചിത്തുറിനകത്ത് ഒളിപ്പിച്ച് വെക്കണമെങ്കിൽ കൊച്ചുകുട്ടികളുടെയൊക്കെ ഒരു സ്വഭാവം അവിടെ മനുഷ്യർക്കുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം കളിപ്പാട്ടമൊക്കെ ഒളിപ്പിച്ച് വെക്കുന്ന പോലെയാണ് വലിയൊരു കാർ എടുത്തുകൊണ്ട് കച്ചിത്തുറിനകത്ത് ഒളിപ്പിച്ച് വെക്കുന്നത്. കാറ് മകൾക്കാണ് കൊടുത്തതെങ്കിൽ പോലും ആ വീട്ടിൽ നിന്ന് മറ്റാരോ പോയി, അല്ലെങ്കിൽ ആ വീട്ടിൽ വലിയൊരു ശൂന്യത ഉണ്ടായി, എല്ലാവർക്കും സങ്കടം. അങ്ങനെ ആ ഒരു കാരണത്താൽ മുരുകേശനും പന്നിയാരും തമ്മിൽ ചെറിയൊരു അകലമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്കിൽ പോലും പിന്നീട് അവർ രണ്ടുപേരും സൗഹൃദത്തിലാകുന്നു. നീ ഈ വീട്ടിലെ ഒരാൾ തന്നെയാണ്, ഈ മുഖം കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദിവസവും സ്വസ്ഥമായിട്ട് കഞ്ഞി കുടിക്കാൻ പറ്റില്ല എന്നൊക്കെ പന്നിയാരുടെ ഭാര്യ മുരുകേശനോട് പറയുന്നൊക്കെയുണ്ട്. അപ്പോൾ ഗ്രാമത്തിൽ ഒരു മുതലാളി തൊഴിലാളി ബന്ധത്തേക്കാൾ അപ്പുറം അവർ തമ്മിലുള്ള ഒരു സൗഹൃദം, അതുപോലെ അവർ തമ്മിലുള്ളൊരു സ്നേഹബന്ധമൊക്കെ ഭയങ്കര ഭയങ്കര ലോലമായിട്ടാണ് ആ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത് തന്നെ. ഈ സിനിമയിൽ പന്നിയാരും ചെല്ലമ്മയും തമ്മിലുള്ളൊരു പ്രണയരംഗങ്ങളൊക്കെ ഉണ്ട്. സാധാരണ പ്രണയരംഗങ്ങളെക്കാൾക്ക് അത്രയും റൊമാൻറ്റിസൈസ്ഡ് ഒന്നും അല്ല ആ രംഗങ്ങളൊന്നും തന്നെ. പക്ഷേ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അത് ഭയങ്കര എക്സ്ട്രീമായിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചേക്കുന്നത്. ഈ ഒരു കാർ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അവളെ ഇരുത്തി ഡ്രൈവ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ആ ഒരു പന്നിയാറുടെ ദുഃഖവും, എന്നാൽ അദ്ദേഹം പഠിച്ചിട്ട് എന്നെ കയറ്റിയില്ല എന്നുള്ളൊരു സങ്കടം അദ്ദേഹത്തിന് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ ചെല്ലമ്മയുടെ ഒരു ഇടപഴകലും ഒക്കെ ആ സിനിമയിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ പന്നിയാർ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് പ്രീമിയം പത്മിനിയെയും സ്നേഹിക്കുന്നത്. അത് തനിക്ക് കിട്ടിയതാണ്, താൻ വാങ്ങിയതല്ല. എന്നിട്ടും അദ്ദേഹം അതിനെ ഏറ്റവും മനോഹരമായിട്ട് സ്നേഹിക്കുന്നു. അത് നഷ്ടമാകുമ്പോൾ താൻ ഏറ്റവും ദുഃഖിതനാകുന്നു. ഇങ്ങനെ ഈ ഒരു സിനിമയിൽ പറയാൻ തക്ക വലിയ കഥകളോ അല്ലെങ്കിൽ വലിയൊരു സംഭവമോ ഒന്നും ഈ ഒരു സിനിമയിൽ ഇല്ലെങ്കിൽ പോലും പ്രേക്ഷകർക്ക് ഒരു സദ്യ കഴിച്ച നിറവ് ഈ സിനിമയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കാറ് പലതവണ കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുന്നൊരു സന്ദർഭങ്ങളും ഉണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം ഈ പയ്യനെ കാണിക്കുന്നുണ്ട്. അവസാനമായിട്ട് മരുമകൻ ആ കാർ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ സങ്കടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ആ കൊച്ചുകുട്ടിയാണ്. ആ കാർ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് ഇവനിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഷോട്ടുണ്ട്. എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാവും ആ കുട്ടി. ആ കുട്ടിയുടെ ആഗ്രഹം ആ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരിക്കുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് തൊടുക എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അതേ എക്സൈറ്റ്മെൻറ്റ് അവൻ വലിയ ആളായി കഴിഞ്ഞിട്ടും നിൽക്കുകയാണ്. അത് കാണിക്കണമെങ്കിൽ ആ അഭിനയിക്കുന്ന ആൾക്കാർ കുറച്ച് നമ്മൾക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തരണം. നമുക്കും അങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ആ ഒരു മേക്കിംഗ് ഈ സിനിമയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിൽ പന്ന്യാൻ്റെ ഒരു സെൽഫ്ലെസ് ലവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം തനിക്ക് ആദ്യം കിട്ടുന്ന എല്ലാ ഉപകരണങ്ങളും തൻ്റെ ഗ്രാമത്തിലുള്ളവരും കൂടെ ഉപയോഗിക്കണം, തൻ്റെ തന്നെ സാധനമാണ് പക്ഷേ മറ്റെല്ലാവർക്കും ഉപയോഗപ്പെടണം എന്നുള്ളൊരു തൻ്റെ ആ ഒരു മനോഭാവം വളരെ നിഷ്കളങ്കനായ ഒരു ഗ്രാമീണൻ്റെയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ആദ്യം കിട്ടുന്ന ഒരു ഫോണ് അവിടെയുള്ള ആളുകൾക്ക്, മറ്റ് നാട്ടുകളിലുള്ള അവരെ ബന്ധുക്കൾക്ക് വിളിക്കാൻ കൊടുക്കുന്നു. അവിടുത്തെ മരണവാർത്ത അറിയുന്നു. തൻ്റെ വീട്ടിലിരുന്ന് തന്നെ കരയുന്നവരോടൊപ്പം അദ്ദേഹം ഇരിക്കുന്നു. അതുപോലെ TV വാങ്ങുന്നു. ആ TV കാണാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ വിളിച്ചു ഇരുത്തി കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ അദ്ദേഹം തനിക്ക് കിട്ടുന്നത് എന്താണോ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം എന്ന് ഉള്ളൊരു മനോഭാവം അദ്ദേഹത്തിനുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രീമിയം പത്മിനി കാറിനെയും അദ്ദേഹം ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ മത്സരബുദ്ധിയൊന്നും ഇല്ലാത്ത, ഇന്നത്തെ ജീവിതം എന്ന് തോന്നിക്കുന്ന, അങ്ങനെ കടന്നു പോകുന്ന കുറേ ആളുകളുടെ ജീവിതമാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സിനിമയിൽ ഈ കാറ് വരുമ്പോഴുള്ള പ്രത്യേക ഷോട്ടുകളൊക്കെ ഉണ്ട്. ഈ ഒരു ഷോട്ടുകൾ കാണിച്ചിരുന്നത് പന്നിയാറിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. അദ്ദേഹത്തിൻ്റെ ആ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നത് തന്നെ. അത് ആ എഴുത്തിൻ്റെ ഒരു മാജിക്ക് തന്നെയാണെന്ന് വേണേൽ നമുക്ക് പറയാൻ സാധിക്കും. ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നതും അരുൺകുമാർ തന്നെയാണ്. അദ്ദേഹത്തിനുണ്ടാകുന്ന ആ ഒരു കാറിനോടുള്ള പ്രേമം നമ്മൾക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പം പത്മിനിയോട് തോന്നും. മറ്റൊന്നുമല്ല, ഇന്ത്യക്കാർക്കുള്ളൊരു പത്മിനിയോടുള്ള ആ ഒരു വികാരം ഈ സിനിമയിൽ കുറച്ചുകൂടെ എക്സ്ട്രീമായിട്ട് കാണിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഏറ്റവും ചുരുക്കി പറയാൻ സാധിക്കും. ഗ്രാമങ്ങളിലുള്ളവരുടെ കൊടുക്കൽ വാങ്ങലുകൾ, അതുപോലെ സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കുന്നു, കരയുന്നവരോടൊപ്പം കരയുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു മനോഭാവം, ആ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഗ്രാമം, അത് നമ്മളെ വല്ലാതെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഒരു ഗ്രാമം ഇനിയും ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ പ്രേക്ഷകരെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്രിയേഷൻ വളരെ ഭംഗിയിലാണ് അത് കാണിച്ചിരിക്കുന്നത്. കാലങ്ങൾ കഴിഞ്ഞ് അവർ വെൽത്തിയായ അവരുടെ ഒരു വെൽത്തിൽ അവർ കുറച്ചുകൂടെ മുന്നോട്ട് വന്നെങ്കിൽ പോലും അവർ തമ്മിലുള്ള ആ ബോണ്ട് ഇതുവരെ മാറിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇവർ ആ കാറിനെ ഇതിൽ ട്രീറ്റ് ചെയ്തേക്കുന്നതും. മറ്റൊന്നുമല്ല, കാറിനെ ഒരു അംഗത്തെ പോലെ കാണുന്ന ഒരു മനോഭാവം ഇന്ത്യക്കാർക്കുണ്ട്. പുതിയൊരു വണ്ടി എടുക്കുന്നു എന്ന് പറയുമ്പം കുടുംബത്തിലേക്ക് ആരോ പുതിയ ആളോ വരുന്നു എന്നുള്ളൊരു രീതിയിൽ ആണ് നമ്മുടെ എല്ലാവരുടെയും ഒരു സമീപനം. ആ ഒരു രീതി ഈ സിനിമയിൽ കാണുന്നുണ്ട്. ഒരു കാലത്ത് ഇന്ത്യൻ നിരത്തുകൾ ഭരിച്ചിരുന്ന ഒരു കാറായിരുന്നു പ്രീമിയർ പത്മിനി. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ആ കാർ ഒരു വികാരം തന്നെയാണ്. ഇന്നും നമ്മളൊക്കെ ആ ഒരു കാർ എവിടെയെങ്കിലും കണ്ടാൽ ഒന്ന് നോക്കിപ്പോവും. അത്രത്തോളം ഇന്ത്യക്കാർക്ക് ആ ഒരു കാറിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമ ആ ഒരു കാറിന് കൊടുക്കുന്നൊരു ട്രിബ്യൂട്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം. ബൈ.